ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതാ പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. നമ്മൾ മുറ്റത്ത് ഉണ്ടാക്കിയ അടുപ്പില്ലേ, ആ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചി. അപ്പോൾ ഇതാ 3 ശർക്കര എടുത്തിട്ടുണ്ട്, ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ പുളിയിഞ്ചിക്കുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പുളിയിഞ്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കുക കേട്ടോ. ഇനി പുളി പിഴിഞ്ഞ് വെച്ചത് ചട്ടിയിലോട്ട് നമ്മൾ വയ്ക്കുന്ന പുളി ഇതാ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. ഇരുട്ടായി നിൽക്കുന്ന നല്ല മഴക്കാറുണ്ട് കേട്ടോ, മഴ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ക്ലിയർ ചെയ്യാത്തത്. ഓരോ ശർക്കരയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ, വറ്റി വന്നിട്ടില്ല കേട്ടോ, നല്ലോണം ടൈറ്റ് ആവാണ്ട് അതങ്ങനെ നല്ല ലൂസ് പരുവത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ പുതിയ ചട്ടി കേട്ടോ, കുറച്ച് ദിവസമായിട്ടുള്ളൂ വാങ്ങിയിട്ട്, ആദ്യമായിട്ട് അട്ടപ്പത്തിൽ ഉണ്ടാക്കുന്നത് ഈ ചട്ടിയിൽ. നമുക്ക് ഈ സമയം മധുരം ഒന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കണം. മധുരം കുറവാട്ടോ, നല്ല പുളിയാണ്. നമുക്ക് ശർക്കര ഇട്ടെടുക്കാം. കുട്ടികളിവിടെ കളിക്കില്ല കേട്ടോ, ഇങ്ങനെ ഓടി കളിക്കണം. 3 ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ലോണം പുളിയാണ്. അപ്പോൾ ഇത് വേണ്ട വരും മധുരത്തിന്. അതാ ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഞ്ചിയും പച്ചമുളക് ഇട്ട് കൊടുത്തേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ. ഇനി നന്നായിട്ടൊന്നും കൂടി വറ്റിയാൽ നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഉണ്ട് കേട്ടോ ഒന്നും കൂടി വറ്റാൻ. അതാ ഏകദേശമൊക്കെ ഇങ്ങനെ സെറ്റായിട്ടാ, ഒന്നും കൂടി ഒന്ന് കുറുകണേ. അപ്പോൾ ഇതാ നമ്മൾ പുളിയിഞ്ചിയിലിട്ട് പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പുളിയിഞ്ചി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിയിലല്ലേ വെച്ചത്, ഇരുന്ന് ഒന്നും കൂടിയും കുറുകും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊക്കെ വറുത്തിടാം. ഇനി ഇതാ നമ്മൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വെക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പുളിയിഞ്ചിയിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. പുളിയിഞ്ചിയിൽ പിന്നെ നമ്മൾ എള്ളൊക്കെ വറുത്തിടും കേട്ടോ, പക്ഷെ എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇടാഞ്ഞത്. പിന്നെ ചിലർ ജീരകം പൊടിച്ചിടും, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല കേട്ടോ ഇവിടെ ആർക്കും. പുളിയിഞ്ചിയിൽ ജീരകത്തിൻ്റെ ചൊയ ആർക്കും ഇഷ്ടമല്ല, പക്ഷെ എള്ളില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാത്തത്. അപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കിയത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ തന്നെയാണോ പുളിയിഞ്ചി ഉണ്ടാക്കാറ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.